ജി സുധാകരൻ CPM-ലെ തലമുതിർന്ന നേതാവാണ്. പിണറായി വിജയനുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട്. പക്ഷേ ഇപ്പോൾ ആലപ്പുഴയിലെ വിവാദങ്ങൾക്കെല്ലാം ജി സുധാകരൻ തിരികൊളുത്തുന്നു. ജി സുധാകരനെ ശരിക്കും പറഞ്ഞാൽ CPM-ലെ ആലപ്പുഴയിലെ ഇപ്പോഴത്തെ നേതൃത്വം ഒഴിവാക്കുക. സജി ചെറിയാനായിക്കോട്ടെ, അല്ലെങ്കിൽ നാസർ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ആയിക്കോട്ടെ, സലാം അമ്പലപ്പുഴയിലെ MP ആണ്, അതുപോലെ തന്നെ ആരിഫ് മുൻ MP. അപ്പോൾ ഈ ആളുകളെല്ലാം തന്നെ എടുക്കുന്ന നിലപാടുകൾ സുധാകരനെ തിരിഞ്ഞു കൊത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഒതുക്കിക്കൊണ്ട് ചില ആളുകൾ ഒരു സന്തോഷം കണ്ടെത്തുക ചെയ്യുന്നത്. ഇവിടെ സുധാകരൻ ഇനി മറ്റൊരു പാർട്ടിയിൽ പോയി അമ്പലപ്പുഴയിൽ മത്സരിക്കും, വീണ്ടും രാഷ്ട്രീയ മോഹമായിട്ട് വരും എന്നുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട്. എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ പൊളിറ്റിക്സിൽ സാധ്യതകൾ ഡെവലപ്പ് വരുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം ജി സുധാകരൻ അവിടെ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്, സത്യസന്ധനാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏത് രീതിയിൽ പരിശോധിച്ചാലും മറ്റാരേക്കാളും സമുജ്വലമായിട്ടുള്ള രീതിയിൽ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് ജനകീയനായി നിന്ന് പാർട്ടിക്ക് തന്നെ സൽപ്പേരുണ്ടാക്കിയിരുന്ന ഒരാളാണ്. പുതിയ നേതൃത്വം എന്ന് പറയുന്നത് അഴിമതിക്കാരാണ് എല്ലായിടങ്ങളിലും. അതെ. അപ്പോൾ ആ പുതിയ നേതൃത്വത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് മാർക്സിസം എന്താണെന്നുള്ള കാര്യം അറിയില്ല. അത് ആലപ്പുഴയിലെ മാത്രം പ്രശ്നമല്ല, ഏതാണ്ട് കേരളത്തിൽ എല്ലായിടത്തും സംഭവിച്ച ഒരു ദുരന്തമാണത്. കാരണം രാഷ്ട്രീയം പഠിച്ചല്ല അവർ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത്. പുതിയ കാലത്ത് ഒരു അധികാര പാർട്ടിയായി മാറിയ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള അംഗങ്ങൾ അവർ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ മാർക്സിസത്തിൻ്റെ തത്വശാസ്ത്ര പഠനം പൂർത്തീകരിച്ചവരാണ് എന്നാർക്കും അഭിപ്രായമില്ല. മാർക്സിസം അവർക്ക് അറിയില്ല. ശരിക്കും പുതിയ കാലത്ത് ഈ പാശ്ചാത്യ നാടുകളിലെല്ലാം തന്നെ മാർക്സിസത്തിൻ്റെ പൊതുവായനകൾ ഒരുപാട് നടക്കുകയും പുനഃസൃഷ്ടികൾ ഒരുപാട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അവിടെ പുതിയ കാലത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. അത് പഴയ ഒരു മാർക്സിസത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ളതും പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതുമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ അത് പ്രയോഗത്തിൽ വരുത്താനോ ഒരിക്കലും ശ്രമിക്കുന്നവരല്ല പുതിയ തലമുറയിൽപ്പെട്ട ബഹുഭൂരിപക്ഷ നേതാക്കളും. അപ്പോൾ അവർ നമ്മൾ പുറത്തിരുന്ന് അങ്ങനെ വിമർശനം നടത്തുന്ന സമയത്ത് നിനക്ക് എന്തറിയാം മാർക്സിസത്തെക്കുറിച്ച് എന്ന് നമ്മൾ ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അവരങ്ങനെയാണ് സുധാകരനോട് പോലും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സുധാകരൻ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് പല വിഷയങ്ങളിലും. കാരണം ഒന്ന്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഉയർന്നു വന്ന ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല നേതാക്കളും CPM-ലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗുണ്ടകളുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, നമ്മൾ അവിടെ നിന്ന് വന്ന വാർത്തകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ഗുണ്ടകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ലഹരി മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതൊക്കെ ആണ് CPM-ന്റെ നേതാക്കളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വന്ന സമയത്താണ് ശക്തമായിട്ട് സുധാകരൻ അതിനെ എതിർത്ത്. അങ്ങനെ സുധാകരൻ അതിനെ എതിർക്കുന്നത്, സുധാകരൻ യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ, ഒരു സാമൂഹ്യ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അഭിസംബോധന ചെയ്യാനുള്ള ശേഷി പോലും അവിടുത്തെ മാർക്സിസ്റ്റ് നേതൃത്വത്തിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിർപ്പുകൾ വളരെ ശക്തമായിട്ട് പാർട്ടിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിച്ചത്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നത്, നീ എന്നെ മാർക്സിസം പഠിപ്പിക്കാൻ ആരാണ് എന്ന് സജിയോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സജി ചെറിയാൻ അതെ, ഇദ്ദേഹത്തിൻ്റെ പിറകെ നടന്ന് പുസ്തകം പിടിച്ച് അതേപോലെ തന്നെ റെസിഡ്യൂറ്റിയൊക്കെ പിടിച്ച് നടന്ന സജി ചെറിയാൻ പിന്നീട് എനിക്ക് തോന്നുന്നു പല കാലഘട്ടങ്ങളിലും പല പരിപാടികളിലും ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ വളർന്നു വന്ന ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിക്ഷേപം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മതമാണ്. ശരിക്കും പറഞ്ഞ് അയാളൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് കൂടുതൽ ഇതിൻ്റെ സാധ്യതകളും പ്രാമുഖ്യം കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് CPM-ന്റെ വലിയ നേതൃത്വത്തിലേക്ക് വന്ന് എന്നിട്ട് ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം നയിച്ച ജി സുധാകരൻ്റെ അനുജൻ ഭുവനേശ്വരൻ എന്ന് പറയുന്നത് SFIയുടെ രക്തസാക്ഷിയാണ് ശരിക്കും. അങ്ങനെയുള്ള ആളുകളടുത്ത് ഇവരെന്തിനാണ് കളിക്കാൻ നടക്കുന്നത്, ഇവരെന്തിനാണ് സംസാരിക്കാൻ നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് എന്ത് അവകാശം അവരോടൊക്കെ സംസാരിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ? അതിൻ്റെ ഒരു കാരണം എനിക്കൊരു തോന്നുന്നത്, ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഭയങ്കര ഈ കാർക്കശ്യക്കാരനായ നേതാവായിരുന്നു. ഇപ്പോൾ സജി ചെറിയാൻ ആയിക്കോട്ടെ, നാസർ ആയിക്കോട്ടെ, സലാം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള യുവതലമുറയൊക്കെ തന്നെ ഈ ജി സുധാകരൻ്റെ കാർക്കശ്യത്തിൽ പേടിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലവും ഉണ്ടായിരിക്കും. എന്തായാലും ജി സുധാകരൻ ഇങ്ങനെ നിലപാടെടുത്തുകൊണ്ടാണ് ഒരു തവണ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ജി സുധാകരൻ തന്നെ
അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടുത്തും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നത് ബ്രാഞ്ച് മുതൽ തന്നെ എനിക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവർ താഴെ തട്ടിൽ നിന്ന് തന്നെ എനിക്കെതിരായിട്ടുള്ള നിലപാട് കൊണ്ടു എന്ന് പറഞ്ഞാൽ കായംകുളം എന്ന് പറയുന്ന മേഖല വിഭാഗീയതയുടെ വലിയൊരു കൂത്തരങ്ങായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇതാണ് ജി സുധാകരൻ പറഞ്ഞ കാര്യം. അങ്ങനെയുള്ള സുധാകരൻ പിന്നീട് അമ്പലപ്പുഴയിൽ എച്ച് സലാമിൻ്റെ മത്സരവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിന് SDPയുടെ ബന്ധമുണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ജി സുധാകരൻ ഉന്നയിക്കുമ്പോൾ ഈ വിമർശനങ്ങൾ പലരെയും കുത്തി നോവിക്കുന്നു. അതായിരിക്കില്ല ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. സുധാകരൻ പറയുന്ന പല വിഷയങ്ങളും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ഇത്തരത്തിൽ സൈഡിലേക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുറത്താക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ ഒരു സ്വഭാവമുള്ള പാർട്ടിയാണ് CPM എങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയേനെ. അങ്ങനെയാണ് പല ആൾക്കാരെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളത്. പർജിങ് എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. പാർട്ടി ഒന്ന് പർജ് ചെയ്യുക. അത് ലെനിൻ്റെ കാലത്ത് മുതൽ ഉള്ള ഒരു പരിപാടിയാണ്. അത് ആ പരിപാടി ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ തരത്തിൽ മർമറിങ് ക്യാമ്പയിൻ കൊണ്ടുവരും ഇയാൾക്കെതിരെ. ഇപ്പോൾ ജി സുധാകരനെ പുറത്താക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചാൽ വ്യാപകമായിട്ടുള്ള മർമറിങ് ക്യാമ്പയിൻ അദ്ദേഹത്തിന് എതിരെ ഉണ്ടാകും, ബ്രാഞ്ച് തലത്തിൽ തന്നെ. അങ്ങനെ സഹാക്കളെ മുഴുവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എതിരാക്കി പാകപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് എതിരെ നടപടി വരുന്നത്. അപ്പോൾ ആ നടപടി ഏതാണ്ട് പാർട്ടി അണികളും പൊതുസമൂഹമൊക്കെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. കാരണം അതിനുള്ള വർക്കൊക്കെ അതിക്കുമ്പോൾ നടത്തി കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ കാലമാണ്. പുതിയ കാലത്ത് അത്തരത്തിലുള്ള ഒരു മർമറിങ് ക്യാമ്പയിനൊന്നും വലിയ പ്രസക്തിയില്ല. ജി സുധാകരൻ ആരാണെന്നൊക്കെ നാട്ടുകാർക്കറിയാം. ഇവരിഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പോകുന്നില്ല. പാർട്ടി സഹാക്കൾ പഴയ പോലെ ഉള്ളവരല്ല താനും. പഴയ സഹാക്കളാണ് ശരിയാണ്, പാർട്ടിയാണ് ശരി, പാർട്ടി പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാർട്ടിയാണ് ശരി എന്നാരും വിശ്വസിക്കുന്നില്ല. കാരണം പാർട്ടി ശരിയല്ല എന്ന് പലർക്കും അറിയാം. അങ്ങനത്തെ ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജി സുധാകരനെ പുറത്താക്കുന്നത് നല്ലതല്ല എന്ന ഒരു തിരിച്ചറിവ് നേതൃത്വത്തിനുള്ളതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം നേതാക്കളെല്ലാം ജി സുധാകരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത്. ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഒരു 6 മാസം മുമ്പ് അത്തരത്തിലുള്ള സമയം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉത്ഭവിച്ച സമയത്ത് സുധാകരനായിട്ട് സംസാരിക്കാനും സുധാകരനോട് എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് ഈ എല്ലാവരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് പ്രശ്നം തീർക്കാവുന്നതാണ്. പക്ഷേ ഇവരുടെ ഒരു ധാർഷ്ട്യം, ധിക്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. പാർട്ടിക്കെതിരെ ഒരാൾ വന്നാൽ അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ നമ്മൾ പല സമയത്തും ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളതാണ്. എന്താണ്? പൊന്നു കായ്ക്കും മരമായാലും തലയ്ക്ക് മുകളിൽ വന്നാൽ വെട്ടിമാറ്റം കട്ടായം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഗംഭീരാക്കാനെയൊക്കെ വെട്ടിമാറ്റുന്ന അങ്ങനെയുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ടായിരുന്നു. ഇപ്പോൾ ഏത് സഹാവിനെയും അങ്ങനെ വെട്ടിമാറ്റാം എന്നുള്ളത് പഴയ കാലത്തെ പാഠമാണ്. പക്ഷേ പുതിയ കാലത്ത് ആ പാഠത്തിന് പ്രസക്തിയില്ല. അവരവരുടെ വഴിക്ക് പോകും. അവരവരുടെ വഴിക്ക് പോകുമെന്ന് വെച്ചാൽ അത്രമാത്രം പാർട്ടിക്ക് മോശപ്പേരുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന പല ആളുകളും അഴിമതി, ഗുണ്ടാ സേവാ ബന്ധങ്ങൾ, അതേപോലെ ലഹരി മാഫിയ ബന്ധങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്ന് കൂട്ടി പാർട്ടിയെ അതിൻ്റെ സൽപ്പേരിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് പാർട്ടിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന, വളരെ എഫിഷ്യൻ്റ് എന്ന് ഈ ആലപ്പുഴക്കാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, അവരുടെ റോഡുകളൊക്കെ നിർമ്മിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിയും സത്യസന്ധതയും ഒക്കെ തിരിച്ചറിയാവുന്ന ആളുകളുടെ ഇടയ്ക്ക് ജി സുധാകരനെതിരെ നുണ പറഞ്ഞു വരുത്തിയാലൊന്നും ഏൽക്കില്ല എന്ന് പുതിയ ഈ കാലത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുനയം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് അത് പോയിരിക്കുന്നത്. അത് തുടരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ജി സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജി സുധാകരനും ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. കോൺഗ്രസിൻ്റെ അതിപ്പോൾ എവിടെയും അങ്ങനെയാണ്. പാർട്ടിയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി പുറത്താകുന്ന ഒരാളെ അയാളെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച ഉടനെ തന്നെ എന്ന് വെച്ചാൽ കോൺഗ്രസും വേണമെങ്കിൽ BJPയും ഒരുമിച്ച് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്തേക്കാം. അങ്ങനെ രണ്ടുപേരുടെയും സപ്പോർട്ടിൻ്റെ പുറത്ത് വേണമെങ്കിൽ സുധാകരന് ജയിക്കാനും കഴിയും എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അവിടെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അതൊക്കെ എത്രത്തോളം ഫലപ്രദമാവും എന്നറിയില്ല. കാരണം ഇപ്പോൾ ആലപ്പുഴയിൽ ഈ പറയുന്നത് പോലെ BJPയും ഒരുപാട് വോട്ട് ശേഖരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ BJPയും കോൺഗ്രസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊതു സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ വന്നാൽ അമ്പലപ്പുഴയിൽ CPM ചിലപ്പോൾ തോറ്റു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് CPMനകത്ത് നിന്ന് നല്ല ഇടപെടലുണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.
അതുകൊണ്ട് ഒരു ബദൽ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ സുധാകരനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സുധാകരൻ്റെ നിലപാടുകൾ എന്തായാലും നിർണായകമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.